പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് അവൾ ബാൽക്കണിയിലേക്ക് നടന്നു. അവിടെയുള്ള തണുത്ത കാറ്റ് മുടിയിൽ തലോടി പോകുമ്പോൾ വല്ലാത്തൊരു ആശ്വാസം പോലെ തോന്നി അവൾക്ക്. എന്തൊക്കെയോ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു. സോഫിയുടെ പേരും പറഞ്ഞ് വെറുതെ ഭദ്രനോട് പിണങ്ങേണ്ടായിരുന്നു എന്നൊരു ചിന്ത. ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ താനും അവനും ഒന്നുകൂടെ അടുത്തേനെ. അപ്പോൾ അവൻ തന്നെ താലി കെട്ടിയതാണെന്ന് അറിഞ്ഞാലും ഒരു പക്ഷേ താൻ ഇതുപോലെ പൊട്ടിത്തെറിക്കില്ലായിരുന്നു. കൂളായി അവനോട് തന്നെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചൊരു പക്ഷേ വിധിയായിരിക്കാം. ചിലപ്പോൾ ഞങ്ങൾ ഒന്നാവാൻ പാടില്ല എന്നായിരിക്കും വിധി. അതായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവൾ ഓരോന്നോർത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് പിറകിൽ നിന്നും കുഞ്ഞേ എന്നൊരു വിളി. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ചേച്ചിയാണ്. അവൾ പുരികമുയർത്തി എന്തെന്ന ഭാവത്തോടെ നിന്നതും ഞാൻ കിടന്നോട്ടെ, എല്ലാം ടേബിളിൽ വെച്ചിട്ടുണ്ട്, അവർ പറഞ്ഞതും ഒന്ന് തലയാട്ടി സമ്മതിച്ചു അവൾ. ചേച്ചി, പെട്ടെന്ന് അവൾ വിളിച്ചതും അവരൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പുറത്തെ ഫ്ലാറ്റിൻ്റെ കീ ഇവിടെ ഉണ്ടോ അവൾ ചോദിക്കുമ്പോൾ അവരവളൊന്ന് ചുഴി നോക്കി. ഉണ്ടോ ഇല്ലയോ? അവരുടെ നോട്ടം കാണാൻ അല്പം ദേഷ്യത്തിൽ ഗൗരവത്തിൽ അവൾ ചോദിച്ചു. ഉണ്ട്, ആ ഷെൽഫിലുണ്ട്. അവർ ചൂണ്ടിക്കാണിച്ചതും അവൾ അങ്ങോട്ട് നടന്നു. കിടന്നോ, എന്നെ നോക്കണ്ട. അവളെ പുറത്ത് ഡോർ തുറന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവളെ നോക്കിയൊന്ന് നിശ്വസിച്ച് അവർ അവരുടെ മുറിയിലേക്ക് നടന്നു. അടച്ചിട്ട വാതിൽ തുറന്നവൾ അകത്തേ കയറി അവിടെയുള്ള ലൈറ്റ് ഇട്ടു. മാഡം, അവിടെ നിന്ന് എവിടുന്നോ ഉറക്കെ വിളിച്ചവൻ വരും പോലെ തോന്നി നന്ദയ്ക്ക്. അവളൊരു പ്രതീക്ഷ എന്നവളെ ചുറ്റും നോക്കി. തൻ്റെ തോന്നലാണെന്ന് മനസ്സിലായതും അവൾ ആ സോഫയിലേക്ക് ചാരിയിരുന്നു. അവൻ പോയപ്പോൾ ചേച്ചി വന്ന് ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ടെല്ലാം നല്ല അടുക്കി വൃത്തിയായി തന്നെയാണ് ഇരിക്കുന്നത്. ഭദ്രനുണ്ടാകുമ്പോഴും ഇത്രയ്ക്ക് വൃത്തി ഉണ്ടായിരുന്നു എന്നവൾ ഓർത്തുപോയി. ഭദ്രൻ സോഫയിൽ കിടക്കുന്നതും ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും അടുക്കളയിൽ ഓരോ ജോലി ചെയ്യുന്നു, ഓഫീസ് റൂമിലിരുന്ന് വർക്ക് ചെയ്യുന്നു, ബാൽക്കണിയിൽ ഇരുന്ന് പുറത്തേക്ക് നോക്കുന്നു, റൂമിൽ കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെ എല്ലാം അവളൊന്ന് മനസ്സിൽ കണ്ടു. അവനൊന്ന് കാണാൻ ഉള്ളം തുടിക്കുന്ന പോലെ, അത് എത്ര അടക്കി പിടിക്കാൻ ശ്രമിച്ചിട്ടും കഴിയാത്ത പോലെ. ഇനി നീയായിട്ട് വന്നാൽ പോലും ഭദ്രന് നന്ദയെ വേണ്ട എന്നവൻ്റെ വാക്കുകൾ തന്നെ കൊല്ലാതെ കൊല്ലും പോലെ. കണ്ണുകൾ നിറഞ്ഞു വന്നും അത് ഉടച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു. അവൻ സ്ഥിരം നിൽക്കാറുള്ള ബാൽക്കണിയിലേക്ക് നടന്നു. അവിടെ അവൻ ഇരിക്കുന്ന ബീൻ ബാഗിലേക്ക് ഇരുന്നു അവൾ. എത്ര ഓർക്കലെന്ന് കരുതിയാലും ആ മുഖം മനസ്സിൽ വന്ന് നിറയും പോലെ. അവൾ കുറച്ചു നേരം അവിടെ ഇരുന്നു. അവൻ കിടക്കാറുള്ള മുറിയിലേക്ക് നടന്നു. അവൻ്റെതായ എല്ലാ സാധനങ്ങളും അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. പുതിയ പേയ്ക്ക് വേണ്ടി ആ ഫ്ലാറ്റ് ഒരുങ്ങി നിൽക്കുമ്പോൾ അവനല്ലാതെ മറ്റാർക്കും ഇനി ഈ ഫ്ലാറ്റ് താൻ കൊടുക്കില്ലെന്നൊരു ചിന്ത. അത് എന്തിനെന്ന് പോലും അറിയാതെ അവളും. ബുദ്ധി വേണ്ട എന്ന് പറഞ്ഞു തരുമ്പോഴും അവന് വേണമെന്ന മനസ്സ് വാശി പിടിക്കും പോലെ. അവളുടെ കണ്ണുകൾ ചുമരിലായി തൂക്കിയിട്ട കലണ്ടറിലേക്ക് നീണ്ടു. ഓരോ ദിവസം കഴിയുന്നതും അവൻ നീട്ടി വളഞ്ഞ ഡേറ്റിൽ ഒന്ന് വിരലോടിച്ചു അവൾ. അത് എന്തിനായിരിക്കും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ ഒന്നും വേണ്ടാതെ അവൻ കിടന്നിരുന്ന കട്ടിലേക്ക് കിടന്നു. അടുത്തായി ഉണ്ടായിരുന്ന തലയണ ചേർത്ത് അവൻ്റെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കുമ്പോൾ മനസ്സിൽ അവൻ്റെ മുഖം തെളിമയുടെ തെളിഞ്ഞു വന്നു. പുതിയൊരു ജീവിതത്തിന് തയ്യാറെടുത്ത് കാണും. അത് ചിന്തിക്കത്തോറും മനസ്സിൽ വല്ലാത്തൊരു വേദന തോന്നി അവൾക്ക്. എന്നാൽ മറ്റൊരിടത്ത് ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരുവൻ അവളുടെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ ഒന്ന് തുടയ്ക്കാൻ പോലും മറന്ന അവൻ്റെ കട്ടിലിൽ മലർന്ന് കിടത്തി പോയിരുന്നു. അല്ലെങ്കിലും തന്നേക്കാൾ നന്ദയ്ക്ക് ചേരുന്നത് ആദി സാർ തന്നെയാ. അവരാണ് ഒന്നിക്കേണ്ടത്, ഒരുമിച്ച് ജീവിക്കേണ്ടത്. അവരുടെ ചിന്തകളിലും നന്ദ മാത്രം നിറഞ്ഞു നിന്നു. ഫോൺ നിർത്താതെ അടിക്കുന്നത് കേട്ടതും നന്ദ കണ്ണുകൾ തുറക്കാതെ തന്നെ ബെഡിൽ ഒന്ന് ഫോൺ തപ്പി നോക്കി. അവിടെ ഒന്നും കാണുന്നില്ലെന്ന് കണ്ടതും മെല്ലെ കണ്ണുകളും തുറന്നു അവൾ ചുറ്റും നോക്കി. നെഞ്ചോട് ചേർത്ത് വെച്ച തലയണ മാറ്റി അവൾ ചുറ്റും നോക്കിയതും താൻ ഇപ്പോഴും ഭദ്രന്റെ ഫ്ലാറ്റിലാണെന്ന് മനസ്സിലായതും കണ്ണൊന്ന് തിരുമ്മി പോക്കറ്റിലുണ്ടായിരുന്ന ഫോൺ എടുത്തു നന്ദ. കുഞ്ഞേ, 10 മണിക്കല്ലേ ഫ്ലൈറ്റ്? ഇപ്പോൾ സമയം 8 കഴിഞ്ഞു. അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്നും ആ ചേച്ചി പറഞ്ഞു. വേഗം ഞെട്ടി എഴുന്നേറ്റു അവൾ. വേഗം പുറത്തേക്ക് നടന്നു. വേഗം കുളിച്ച് ഫ്രഷായി എന്തോ കഴിച്ചെന്ന് വരുത്തി അവൾ എയർപോർട്ടിലേക്ക് എത്തുമ്പോൾ എന്തോ ഭാഗ്യത്തിന് ഫ്ലൈറ്റ് ടൈം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്ലൈറ്റിലിരിക്കുമ്പോഴും അവളുടെ മനസ്സാകെ അസ്വസ്ഥം തന്നെയായിരുന്നു. ഫ്ലൈറ്റ് ഇറങ്ങി പുറത്തേക്ക് നടക്കുമ്പോഴേ കണ്ടു തന്നെ കാത്തുന്ന പോലെ ആദ്യം നിൽക്കുന്നത്. അവൻ്റെ അടുത്തായി വന്ന് അവനൊന്ന് ഹഗ് ചെയ്തു. അവനൊപ്പം അവൾ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് പുറകിൽ നിന്നും മാഡം എന്നൊരു വിളി കേട്ടതും നന്ദയും ആദ്യം ഒരുമിച്ച് തിരിഞ്ഞു നോക്കി. അവരുടെ അടുത്തേക്ക് പുഞ്ചിരിയുടെ വരുന്ന സോഫിയയും സനൂപിനെയും കണ്ടതും ഒരു കുഞ്ഞു പുഞ്ചിരി അവർക്കായി അവളെ നൽകി. എങ്ങോട്ടാ രണ്ടാളും? ഹണിമൂണിന് ഇറങ്ങിയതാണോ? ഒരു കള്ളച്ചിരിയുടെ ആദ്യം ചോദിക്കുമ്പോൾ സനൂപിലും സോഫിയയിലും കുഞ്ഞൊരു ചമ്മലാണെങ്കിൽ നന്ദ അവനെ ഒന്ന് തറപ്പിച്ച് നോക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ സോഫിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ സാർ. 1 വീക്ക് ലീവ് പറഞ്ഞിട്ടുണ്ട്. സോഫിയുടെ വീട്ടിൽ കല്യാണത്തിന് എല്ലാവർക്കും സമ്മതമാണ്. എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതാ ഒന്ന് കാണാൻ. സനൂപ് പറയുമ്പോൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു നന്ദ. ഇത്രയും ദിവസമൊക്കെ അവിടെ പോയി നിൽക്കുന്നത് മോശമല്ലേ സനൂപേ? താൻ എൻ്റെ കൂടെ പോര്, നമുക്കൊരു 2 ദിവസം ട്രിപ്പ് അടിച്ച് സോഫിയുടെ വീട്ടിലേക്ക് പോവാം. സനൂപിനോട് ഒരു തമാശ പോലെ പറയുന്നവനെ നോക്കി നിന്ന് പോയി സോഫി. ആദ്യം കണ്ടത് മുതൽ ജാടയാണെന്നും പണത്തിൻ്റെ അഹങ്കാരമാണെന്ന് ചിന്തിച്ചവൻ അടുത്തറിയും തോറും വല്ലാത്തൊരു സുഹൃത്ബന്ധമുള്ളതുപോലെ സോഫി അവനെ നോക്കി നിന്ന് പോയി.
അല്ല സാർ, ഞങ്ങളിപ്പോൾ തന്നെ സോഫിയുടെ വീട്ടിലേക്ക് പോകുന്നില്ല. ആദ്യം പോകുന്നത് ഭദ്രൻ്റെ വീട്ടിലേക്കാണ്. അവിടുന്ന് കല്യാണം കൂടിയിട്ട് നേരെ സോഫിയുടെ വീട്ടിലേക്ക്. സനൂപ് ഒരു പുഞ്ചിരിയോടെ പറയുമ്പോൾ പെട്ടെന്ന് ഭദ്രൻ എന്നും വീടെന്നും എല്ലാം കേട്ടതും ഉള്ളം വീണ്ടും വിങ്ങും പോലെ തോന്നി നന്ദയ്ക്ക്. കണ്ണുകൾ നിറയും പോലെ തോന്നിയതും പെട്ടെന്ന് സൺഗ്ലാസ് എടുത്ത് വെച്ചു അവൾ. ഓക്കെ സനൂപ്, പോയിട്ട് വരൂ, ബായ് സോഫി. അവരോട് പെട്ടെന്ന് പറഞ്ഞ് നന്ദ മുന്നിൽ നടന്നതും ഭദ്രൻ്റെ വീട്ടിൽ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം, കയറിക്കോ. ആദിയുടെ ശബ്ദം കാതിലേക്ക് തുളഞ്ഞു കയറിയതും മുന്നോട്ട് നടക്കാൻ കഴിയാതെ നിന്നുപോയി നന്ദ. വീണ്ടും ഒരു നേരിൽ കാണൽ, അത് വേണ്ട എന്ന മനസ്സ് അലമുറയിട്ട് പറയും പോലെ. നന്ദയുടെ ഭാവം കണ്ടതും അത് വേണ്ട സാർ, ഞങ്ങളൊരു ടാക്സി വിളിച്ചോളാം, സനൂപ് പെട്ടെന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ മാൻ, കം ഓൺ. ആദ്യ സനൂപിന്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങുന്നത് അത് കാറിലേക്ക് വെക്കുന്നതുമെല്ലാം അറിയുന്നുണ്ടെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ നിന്നുപോയി നന്ദ. ചുമ്മാ ജാടയിടാതെ കയറടോ, ഭദ്രനെ ഒന്ന് കാണണമെന്ന് ഞാനും കരുതിയതാ. യാതൊരു കൂസലുമില്ലാതെ ആദ്യ പറയുമ്പോൾ വലിഞ്ഞു മുറുകിയ നന്ദയുടെ മുഖത്തേക്കാണ് സോഫിയും സനൂപും നോക്കിയത്. അവരുടെ കാറിൽ കയറാൻ പറഞ്ഞ് ആദ്യ കാറിലേക്ക് കയറാൻ നിന്നും പെട്ടെന്ന് നന്ദ അവൻ്റെ കയ്യിലായി പിടിച്ചു. ആദി, ഡോണ്ട് ഡു ദിസ് പ്ലീസ്. അവർ പൊക്കോട്ടെ, നമുക്ക് വീട്ടിൽ പോവാം. അവൾ പറയുമ്പോൾ അവളുടെ രണ്ട് തോളിലും കൈയിട്ട് അവൻ അവളെ നോക്കി. നന്ദ, താൻ അത് വിട്. അവൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതും കുറച്ചു കാലം അവിടെ നിന്നുമെല്ലാം താൻ അങ്ങ് വിട്ടുകളാ. എന്നിട്ട് തൻ്റെ കൂടെ കുറച്ചു കാലം ജോലി ചെയ്ത ഒരാളുടെ കല്യാണത്തിന് വിഷ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ കണ്ടാൽ മതിയടാ. അമേരിക്കയിലൊക്കെ ഡിവേഴ്സ് ആയവർ വീണ്ടും കണ്ടാൽ സംസാരിക്കുന്നതും വിശേഷങ്ങൾ പറയുന്നതെല്ലാം കണ്ടിട്ടില്ലേ? ഈ നാട്ടിൽ മാത്രം എന്താ ഡിവേഴ്സ് ആയവർ ശത്രുക്കളെ പോലെ പെരുമാറുന്നത്? നമ്മളെങ്കിലും അതിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കേണ്ടേ? നന്ദേ, താൻ വന്നേ. ആദ്യം അത്രയും കൂളായി പറഞ്ഞ് നന്ദയുടെ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ കയറ്റിയിരുത്തി ഡോർ അടച്ചു. കണ്ണുകൾ കൊണ്ട് സനൂപിനും സോഫിയോടും കാറിൽ കയറാൻ പറഞ്ഞ് അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. നന്ദയുടെ മുഖത്ത് ഇപ്പോഴും എന്തൊക്കെയോ ഭാവങ്ങളാണ്. അതൊന്നും കാണാത്ത ഭാവത്തിൽ സോഫിയും സനൂപും കയറുന്നു നോക്കിയിരുന്നു ആദി. അവർ കയറി ഡോർ അടച്ചതും ആദിയുടെ കാർ ഭദ്രന്റെ വീട് ലക്ഷ്യമാക്കി പാഞ്ഞുപോയി. ആ കാറിന്റെ വേഗതയിലും കൂടുതൽ അവളുടെ ഹൃദയമിടിപ്പ് വേഗത്തിൽ മിടിച്ചുകൊണ്ടേയിരുന്നു. മുറ്റത്തേക്കൊരു ബ്ലാക്ക് BMW കാർ വന്നതും മുറ്റത്തു നിന്ന് ഓരോ ജോലികൾ ചെയ്തിരുന്ന അച്ഛൻ തലയിൽ കെട്ടിയൊരു തോർത്തെടുത്ത് വിയർപ്പുത്തുള്ളികൾ തുടച്ചു. ആ കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ സംശയഭാവത്തോടെ നോക്കി. പിറകിൽ നിന്ന് സോഫിയും സനൂപും ഇറങ്ങിയതും അവരുടെ കൂടെ ആദ്യം കാറിൽ നിന്ന് ഇറങ്ങി. താൻ ഇറങ്ങുന്നില്ലേ? ഡോറടക്കം മുന്നേ ആദ്യം നന്ദയെ നോക്കി ചോദിച്ചതിന് അവനെ തർപ്പിച്ച് നോക്കുക മാത്രം ചെയ്തു അവൾ. അവൻ പിന്നെ ഒന്നും മിണ്ടാതെ അവരുടെ കൂടെ നടന്നു. ആ വീടും പരിസരവും എല്ലാം മുൻപ് കണ്ടതാണെങ്കിലും ഇന്നെന്തോ അവിടെ ഇറങ്ങാനും എല്ലാവരെയും കാണാനൊന്നും തനിക്ക് കഴിയില്ലെന്ന പോലെ കാറിൽ നിന്നും ഇറങ്ങാതെയിരുന്നു നന്ദ. ആ വീടിപ്പോൾ ഒരു കല്യാണത്തിന് ഒരുങ്ങി നിൽക്കും പോലെ. മുറ്റത്ത് പന്തലും മുറ്റത്ത് നിവർത്തിയിട്ട കസേരകളും ടേബിളും പിന്നെ ആകെ വെള്ള പൂശിയ വീടും പുതിയൊരാളെ വരവേൽക്കാൻ നിൽക്കുന്ന പോലെ ആ വീടും പരിസരവും ഒരുങ്ങി നിൽക്കുമ്പോൾ അതെല്ലാം നോക്കി നിൽക്കുന്നവളുടെ മനസ്സിലെ ഭാരം കൂടുന്നത് അവൾ അറിഞ്ഞു. വേഗം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തോന്നും പോലെ, അല്ലെങ്കിൽ താനിവിടെ തോറ്റുപോകുമോ എന്നൊരു ഭയം അവൾ നിറഞ്ഞു നിന്നു. കാറിലെ AC തണുപ്പിലും അവളുടെ ചെന്നിയിലും മൂക്കിൻ തുമ്പിലും വിയർപ്പ് കണങ്ങൾ മുട്ടിട്ടു. എനിക്കങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ. പുഞ്ചിരിയുടെ അച്ഛൻ അവരെ 3 പേരും നോക്കി പറഞ്ഞു. ഞങ്ങൾ ഭദ്രന്റെ ഫ്രണ്ട്സാ ബോംബെന്ന്. ആദ്യം പറയുമ്പോൾ അവനെ നോക്കുന്നത് പുഞ്ചിരിച്ച് തലയാട്ടി അച്ഛൻ. അവൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. സുധാകര, ഭദ്രനെ കണ്ടോ? ചുറ്റും നോക്കി അച്ഛൻ പറയുമ്പോൾ ഭദ്രൻ എവിടെ എന്ന പോലെ അവരും ചുറ്റുമൊന്ന് നോക്കി. ഞാൻ പോയി വിളിച്ചു വരാം, നിങ്ങൾ കയറിയിരിക്കുക. അവൻ അകത്തേക്ക് അങ്ങ് പോയിരുന്നു. സുധാകരൻ പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ മുറ്റത്തുനിന്ന് നിരത്തിയിട്ട ചെയറിൽ ഒന്നിലായിരുന്നു ആദി. പിന്നെ ഇവർ കുടിക്കാൻ കൊണ്ടുവരാൻ പറഞ്ഞേക്ക്. അകത്തേക്ക് പോകുന്ന സുധാകരനെ നോക്കി ഉറക്കെ അച്ഛൻ പറയുമ്പോൾ അയാളത് കേട്ടെന്ന പോലെ തലയാട്ടി. അകത്തേക്ക് ഇരിക്കാം. ഒരു സാധാരണക്കാരനെ പോലെ അവിടെ ഇരിക്കുന്നവനെ കാണേ അച്ഛൻ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ അങ്കിൾ. അയാളെ നോക്കി പുഞ്ചിരിയുടെ ആദ്യം പറയുമ്പോൾ അവനടുത്തുള്ള ചെയറിലായിരുന്ന സോഫിയും സനൂപും അവരുടെ പ്രവൃത്തി നോക്കി നന്ദ ഇരിക്കുമ്പോഴും മിഴികൾ മറ്റാരെയെ തിരയുന്നു. ഒരിക്കലും ഇനി കാണരുതെന്ന് മനസ്സിൽ ഉറപ്പിച്ചവനെ തേടുന്ന മിഴികളെ അടക്കി നിർത്താൻ ശ്രമിച്ചുകൊണ്ടവൾ ഫോണെടുത്ത് അതിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. എങ്കിലും മിഴികൾ അനുസരണയില്ലാതെ മുറ്റത്തേക്ക് നോക്കി പോകുന്നു. ഒന്ന് കാണാൻ താൻ അത്രയും ഇപ്പോൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അവന് തന്നെ ഇപ്പോൾ വെറുപ്പായിരിക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നതും കണ്ണുകളൊന്നും മുറുക്കി അടച്ചു പോയി അവൾ. അടുക്കള വശത്ത് നിന്ന് വിയർത്ത് കുളിച്ചു വരുന്ന ഭദ്രനെ കണ്ടതും 3 പേരിലും വല്ലാത്തൊരു സന്തോഷം തോന്നി. ബോംബെയിൽ നിന്നും കൂട്ടുകാർ വന്നിട്ടുണ്ടെന്ന് സുധാകരേട്ടൻ പറയുമ്പോൾ സോഫിയും സനൂപിനെയും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും കൂടെ ആദ്യം കണ്ടൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ മനോഹരമായ പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് നടന്നു ഭദ്രൻ. അവനെ കണ്ടതും ചെയറിൽ നിന്നും എഴുന്നേറ്റ് ആദ്യം സോഫിയും സനൂപും ഹായ് ഭദ്രൻ എന്നും പറഞ്ഞ് അവന് നേരെ കൈ നീട്ടിയതും അവൻ്റെ കൈയൊന്ന് ഉയർത്തി കാണിച്ചു കൊടുത്തു. വിറക് വെട്ടുകയായിരുന്നു സാർ. അവൻ്റെ കയ്യിലെ പൊടി കാണിച്ചു ഭദ്രൻ പറയുമ്പോൾ പെട്ടെന്ന് അവനെന്ന് കെട്ടിപ്പിടിച്ചു ആദി. ആദ്യത്തെ ഞെട്ടൽ മാറി അവനിൽ നിന്നും അടർന്നു മാറി ഭദ്രൻ ഒരു ചമ്മലോടെ പുഞ്ചിരിച്ചു.
സാറുണ്ടായിരുന്നോ? ഞാൻ ഇവരാണെന്ന് വിചാരിച്ച് ഓടി വന്ന നെറ്റിത്തടത്തിലെ വിയർപ്പ് തുടച്ചവൻ പറയുമ്പോൾ ഒരു പുഞ്ചിരിയുടെ ആദി അവനെ നോക്കി. സാറ് മാത്രമല്ല, തൻ്റെ മാഡവുമുണ്ട്. പെട്ടെന്ന് ആദി പറയുമ്പോൾ പുഞ്ചിരിച്ച് നിന്നവൻ്റെ കണ്ണുകളൊന്ന് പിടഞ്ഞുപോയി. മുറ്റത്ത് നിർത്തിയിട്ട കാറിലേക്ക് അവൻ പെട്ടെന്ന് നോക്കിയതും നന്ദേ എന്ന് ഉറക്കെ വിളിച്ചു ആദി. ഫോണിൽ നോക്കിയിരുന്നവൾ പെട്ടെന്ന് ആ വിളി കേട്ടതും മിഴികൾ ഉയർത്തി നോക്കിയതും കാണുന്നത് കാറിലേക്ക് നോക്കുന്നവനെയാണ്. ഹൃദയം ഒരു നിമിഷം നിന്നുപോയ പുത്തുപോലെ തോന്നി അവൾക്ക്. കാറിലേക്ക് നോക്കി നിൽക്കുന്നവൻ്റെ ഹൃദയമിടിപ്പും വല്ലാതെ കൂടിക്കൂടി വരുന്നത് അടുത്ത് നിൽക്കുന്ന ആദി പോലും അറിഞ്ഞ നിമിഷം. നന്ദ എന്ന വിളി അവിടെ ഓരോ ജോലികൾ ചെയ്തിരുന്ന അച്ഛനും അവർക്ക് കുടിക്കാനായി ജ്യൂസ് കൊണ്ടുവന്ന അമ്മയും കേട്ടതും ഒരു ഞെട്ടലോടെ അവരും ആ കാർ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി. ആദ്യം ഉറക്കെ വിളിച്ചതും എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നു പോയി നന്ദ. പെട്ടെന്ന് ആദ്യം കാറിനടുത്തേക്ക് നടക്കുന്നതും അവളുടെ ഡോർ തുറക്കുന്നതുമെല്ലാം ഒരു പ്രതിമ കണക്കെ നോക്കി നിന്ന് പോയി ഭദ്രൻ. അച്ഛൻ്റെയും അമ്മയുടെയും നോട്ടം ഒരുപോലെ ഭദ്രൻ്റേക്ക് മാത്രമായി നിന്നു. ഉറപ്പോടെ നിൽക്കുന്നവൻ്റെ ഹൃദയം തകരുന്നത് ആ മാതാപിതാക്കൾ മാത്രം അറിഞ്ഞു. ആദി നോ. ഫ്രണ്ട് ഡോർ തുറന്ന് തൻ്റെ കയ്യിലായി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നവനെ നോക്കി ദയനീയമായി നന്ദ പറയുന്നുണ്ട്. എങ്കിലും അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ അവളെ പുറത്തേക്ക് വലിച്ചു. ആദി സ്റ്റോപ്പ് ഇറ്റ് ആദി, ഞാൻ ഇറങ്ങാം. അതും പറഞ്ഞ് അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് നന്ദ തന്നെ പുറത്തേക്ക് ഇറങ്ങിയവളുടെ മിഴികൾ ആദ്യം ചെന്നുടക്കിയത് അവൻ്റെ മിഴികളുമായാണ്. ഒരു നിമിഷം പരസ്പരം മിഴികൾ കോർത്തു നിന്നതും 1000 പരിഭവങ്ങൾ രണ്ടുപേരുടെ മിഴികളും പറയാതെ പറയും പോലെ. പെട്ടെന്ന് അവനിൽ നിന്ന് മിഴികൾ മാറ്റി അവനെ നോക്കാതെ ചുറ്റും നോക്കി. അവനും അവളിൽ നിന്ന് മിഴികൾ മാറ്റി സോഫിയും സനൂപയും നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ പോലെ അവരും ഒരു ഇളം പുഞ്ചിരി അവന് നൽകി. ആദിയുടെ കൂടെ നടന്നു വരുന്നവളെ കാണവേ ഹൃദയം പൊട്ടി അതിൽ നിന്നും ചോര പൊടിയും പോലെ തോന്നി ഭദ്രന്. ആദി ഭദ്രനടുത്ത് ചെന്ന് നിന്നും ആദിക്കടുത്തായി ആരെയും നോക്കാതെ തലയും താഴ്ത്തി നിന്നു നന്ദ. നന്ദേ, ഇത് ഭദ്രൻ്റെ അച്ഛനാണ്. നന്ദയെ തന്നെ നോക്കി നിൽക്കുന്നയാളെ നോക്കി ആദി പറയുമ്പോൾ അയാളെ നോക്കി തലയോർത്തി നോക്കി നന്ദ. അയാളെ നോക്കി കുഞ്ഞൊരു പുഞ്ചിരിയുടെ കൈകൾ കൊപ്പി അവൾ. അയാളും അവളെ തന്നെ നോക്കി പുഞ്ചിരിച്ചു. അച്ഛ എന്ന് വിളിച്ച് തൻ്റെ പിറകെ ഓടി നടന്നവൾ കുസൃതിയും കുറുമ്പും കാണിച്ച് ഭദ്രനെ പേടിച്ച് ഓടി തൻ്റെ അടുത്ത് വന്ന് പതുകിയിരുന്ന ആ കുട്ടിത്തം നിറഞ്ഞ നന്ദ. ഒരു മകളായി തൻ്റെ പിറകെ നടന്നവൾ. സന്ധ്യയ്ക്ക് താൻ പുറത്തു പോയി വരുന്നതും കാത്തു നിന്നവൾ. ഉറക്കെ പാട്ട് പാടിയും കളിച്ചും ചിരിച്ചും ഈ മുറ്റത്തുകൂടെ ഓടി നടന്നവൾ. ഭദ്രൻ്റെ മടിയിൽ കിടന്ന് കാർട്ടൂൺ കണ്ട് ഉറങ്ങിയിരുന്ന അവൻ ചോറ് വാരി കൊടുക്കാൻ രാത്രി ഭക്ഷണം കഴിക്കാതെ കാത്തിരുന്നവൾ. കുട്ടേട്ട എന്ന് വിളിച്ച് അവൻ്റെ പിറകെ ഓരോന്നും പറഞ്ഞു നടന്നവൾ. ഇന്ന് അവൾക്ക് ഞങ്ങളെല്ലാവരും അന്യരാണ്. ഒരു പരിചയം പോലും ഇല്ലാതെ തന്നെ നോക്കി നിൽക്കുന്ന നന്ദയെ കാണുമ്പോൾ തനിക്ക് ഇത്ര നോവുന്നുണ്ടെങ്കിൽ അവളെ അത്രയും സ്നേഹിച്ച് അവളോടൊപ്പം ഒരു ജീവിതം ആഗ്രഹിച്ചവന് എത്ര വേദനിച്ചിട്ടുണ്ടാവുമെന്ന് ചിന്തിച്ചു പോയി അച്ഛൻ ഭദ്രനെ നോക്കി. തനിക്കടുത്തായി നിൽക്കുന്നവളെ നോക്കാതെ മറ്റെങ്ങും നോക്കി നിൽക്കുകയാണ് അവൻ. അവനെ മാത്രം നോക്കാതെ അവളും. അവനെ ഇനി നോക്കിയാൽ താൻ അവൻ്റെ നെഞ്ചിലേക്ക് വീഴുമോ എന്നൊരു ഭയം അവൾ പോലും അറിയാതെ അവളെ മൂടി. എന്നാൽ തന്നെയൊന്നും നോക്കാതെ കല്ലുപോലെ നിൽക്കുന്നവനെ കാണെ വീണ്ടും വീണ്ടും അവൻ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഓർക്കും തോറും ഇവിടെ അധികം നിൽക്കാതെ ഓടിപ്പോകാൻ തോന്നുന്നു. ഇത് താങ്കൾക്ക് നേരെ ജ്യൂസ് നീട്ടിയവരെ നോക്കി സംശയഭാവത്തോടെ ആദി ചോദിച്ചു. അമ്മ. ഭദ്ര പറയുമ്പോൾ അവരെ നോക്കിയത് പുഞ്ചിരിച്ചു ആദി. അമ്മയും അവനെ നോക്കിയത് പുഞ്ചിരിച്ചു. കയറുന്നില്ലേ? അവര് നന്ദയെ കൂടെ നോക്കി പറഞ്ഞു. എന്തോ പറയാൻ വന്ന ആദിയുടെ കയ്യിലായി പിടിച്ചു. വേണ്ട, പോവാമെന്ന് കണ്ണുകൊണ്ട് കാണിച്ചു നന്ദ. അവളൊരു നോട്ടം കൊണ്ട് പോലും കടാക്ഷിക്കാതെ അവനും. അപ്പോഴേക്കും ശ്രീകുട്ടിയും പുറത്തേക്ക് വന്നിരുന്നു. അടുക്കള ഭാഗത്ത് നിന്ന് 5-6 തലകൾ പുറത്തേക്ക് എത്തി നോക്കി നന്ദയെയും ആദിയെയും ഭദ്രനെയും എല്ലാം നോക്കി എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടിരുന്നു. അവളെ കണ്ടതും ഒന്ന് പുഞ്ചിരിച്ച് നന്ദയും ആദിയും. അവൾ നന്ദയെ തന്നെ നോക്കി നിന്നു. ഭദ്രന് അടുത്തായി നിന്നു. ഞാൻ ഗിഫ്റ്റൊന്നും കൊണ്ടുവന്നില്ല. 2 പേർക്കുമുള്ള ഹണിമൂൺ ട്രിപ്പ് എൻ്റെ വക. പാരീസ്, ജർമ്മനി, അമേരിക്ക, എവിടെ വേണമെന്ന് പറഞ്ഞാൽ മതി. ആദ്യം ഒരു പുഞ്ചിരിയോടെ പറയുമ്പോൾ അത് കേട്ട് പുഞ്ചിരിയോടെ തലയാട്ടി ശ്രീകുട്ടി. എന്നാലും നിമിഷം ആദ്യം ഒരേ സമയം നോക്കി നന്ദയും ഭദ്രനും. ആദ്യം നോക്കിയ പാടെ 2 പേരും പരസ്പരം നോക്കിയതും 2 പേരുടെ ഹൃദയവും വേദന കൊണ്ട് നിറഞ്ഞുപോയി. ആദി, പോവാം. ഇനിയും ഇവിടെ നിന്നാൽ താൻ തോറ്റുപോകുമെന്നൊരു ഭയം ഉള്ളിൽ നിറഞ്ഞു വന്നതും പെട്ടെന്ന് ആദിയോട് പറഞ്ഞു നന്ദ. അവൾ പറയുന്നത് കേട്ടെങ്കിലും അവളെ നോക്കാതെ അവനും നിന്നു. എന്നാൽ ഓക്കെ ഭദ്രൻ, ഇനി ഞങ്ങളുടെ കല്യാണത്തിന് ക്ഷണിക്കാൻ വരാം. അച്ഛനെയും അമ്മയും ഭാര്യയും കൂട്ടി അങ്ങോട്ട് വരണം. തൻ്റെ കല്യാണത്തിന് താൻ വിളിച്ചെങ്കിലും ഞാൻ വരും. കാരണം നന്ദ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും അത് താനും തൻ്റെ വീട്ടുകാരെ കാരണമാണ്. അതെനിക്കറിയാം. ഞാൻ തരകരങ്ങളോട് സംസാരിച്ചിരുന്നു. എല്ലാം അങ്കിൾ പറഞ്ഞു. താനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ലടോ. കിരണിൽ നിന്നും ഇവളെ രക്ഷിച്ചത് താനാ. അന്ന് ആ കല്യാണം നടന്നിരുന്നെങ്കിൽ ആൻറ്റിയെയും ഇവളെയും കൊന്നവർ എന്നേ ഇവളുടെ സ്വത്തുക്കൾ കൈക്കലാക്കിയിരുന്നു. ആദ്യം പറയുന്ന കേട്ടതും ഒന്നും മിണ്ടാതെ നിന്നു ഭദ്രൻ.
എന്നാൽ തന്നെ നോക്കാൻ നിൽക്കുന്നവരിലാണ് നന്ദയുടെ മിഴികൾ. കണ്ണ് നിറയുന്നു എന്ന് തോന്നിയതും പെട്ടെന്ന് തിരിഞ്ഞ് നടന്നു നന്ദ കാറിലേക്ക് കയറുന്നതും പെട്ടെന്ന് ആ കയ്യിലൊരു പിടി വീണു. എന്തോ ഒരു കുഞ്ഞു പ്രതീക്ഷ അവൾ നിറഞ്ഞു വന്നു. അവളൊരു കുഞ്ഞു പുഞ്ചിരിയോട് തിരിഞ്ഞു നോക്കിയതും തൻ്റെ കയ്യിലായി മുറുകി പിടിച്ച അമ്മുവിനെയും അവളുടെ പുറകെ 5-6 പിള്ളേരെയും കണ്ടതും തൻ്റെ അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ട പോലെ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി മാഞ്ഞു. പിന്നെ അവരെ നോക്കി മാഞ്ഞുപോയ പുഞ്ചിരി വീണ്ടും എടുത്തണിഞ്ഞവൾ. നന്ദേച്ചി പിന്നെയും പോവാണോ? ഇനിയും പോവല്ലേ നന്ദേച്ചി? ഭദ്രേട്ട പാവല്ലേ? ചേച്ചി ഒത്തിരി ഇഷ്ടമാ. നന്ദേച്ചി തിരിച്ചു വരാൻ ഞങ്ങൾ ദിവസം പ്രാർത്ഥിക്കും. ഭദ്രേട്ടൻ പറഞ്ഞല്ലോ, കുട്ടികൾ പ്രാർത്ഥിച്ച ദൈവം വേഗം കേൾക്കുന്ന. പോവല്ലേ ചേച്ചി? കൈ മുറുകെ പിടിച്ച് കുലുക്കി അമ്മു വിതുമ്പിക്കൊണ്ട് പറയുമ്പോൾ അവളുടെ കൂടെ നിന്നവരുടെ കണ്ണുകളും നിറഞ്ഞു പോയിരുന്നു. താൻ ഇവർക്കൊക്കെ ആരുമായിരുന്നു? അത്രയും പ്രിയപ്പെട്ടവളാണെന്ന് ആ കുഞ്ഞു കണ്ണുകളിലെ കണ്ണുനീർ പറയുന്നുണ്ട്. പക്ഷേ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരവില്ല. കാരണം ഇവിടെ എനിക്കുള്ള സ്ഥാനം അത് നഷ്ടമായിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ ആരുടെയും ആരുമല്ല. അവളുടെ മിഴികൾ എന്നെയും തിരിച്ചു വിളിക്കും ഭദ്ര എന്ന പോലെ അവനെ നോക്കി. അമ്മു ഇങ്ങോട്ട് വാ, അവർ പൊക്കോട്ടെ. നന്ദയെ നോക്കുപോലെ ചെയ്യാതെ ഗൗരവമാർന്ന അവൻ്റെ ശബ്ദം അവിടെ മുഴങ്ങിയതും നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് അവൾ വേഗം കാറിലേക്ക് കയറി. ആദ്യം നന്ദയും ഭദ്രനെയും ഒന്ന് നോക്കി ഭദ്രനോട് തലയാട്ടി പുഞ്ചിരിച്ച് കാറിലേക്ക് കയറിയതും സീറ്റിൽ ചാരി കണ്ണുകൾ അടച്ച് കിടക്കുന്നവളെ നോക്കി കാർ സ്റ്റാർട്ട് ചെയ്തു. അവൻ കാർ തിരിച്ചുപോയി. കണ്ണ് നിറച്ച് നോക്കി നിന്നു അമ്മുവും കൂട്ടുകാരും. അമ്മേ, സോഫയ്ക്കൊരു മുറി കാണിച്ചു കൊടുക്ക്. സനൂപ എൻ്റെ മുറിയിൽ കയറി ഫ്രഷ് ആയിക്കോ. ഞാനിപ്പോൾ വരാം. സച്ചിനെ ഒന്ന് കാണണം. അവൻ അമ്പലത്തിൽ എന്തോ പൂജയുടെ കാര്യം പറഞ്ഞിരുന്നു. കണ്ണുകൾ നിറഞ്ഞത് ആരും കാണാതെ ഇരിക്കാൻ പെട്ടെന്ന് മുഖം വെട്ടിച്ചു കൊണ്ടവൻ പറഞ്ഞു. ബൈക്കെടുത്ത് മുന്നോട്ട് വണ്ടി പോകുമ്പോൾ അത് തങ്ങളിൽ നിന്നെല്ലാം ഒന്ന് മാറി നിന്ന് ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാനാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ അവൻ പോകും നോക്കി നിന്നു അവർ. കാറിൽ പിന്നീട് നന്ദയൊന്നും മിണ്ടിയില്ല. കണ്ണുകളടച്ച് അതേരിപ്പം മാത്രം ഇരുന്നു. അവൻ മാത്രമാണ് ഇപ്പോൾ മനസ്സിൽ. അവൻ ആദ്യമായി അമ്മയുടെ കൂടെ ഓഫീസിലേക്ക് വന്നതും അവൻ എല്ലാവരുടെയും കൂട്ടാവുന്നതും മെല്ലെ മെല്ലെ താനും അവനും കൂട്ടായതും ഒരുമിച്ച് ജോഗിങ് പോയതും ചായക്കടയിലിരുന്ന് ഓരോ ചായ കുടിച്ച് തീർത്തതും രണ്ടുപേരും സംസാരിക്കുന്നു നാട്ടിലേക്ക് വന്നതും അവൻ്റെ കൂടെ നൈറ്റ് ഡ്രൈവ് പോയതും അന്ന് അവിടെ വെച്ച് അവനോട് അടുത്ത് ചേർന്നതും ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ട ചുംബനവും പിന്നീടുണ്ടായ വഴക്കും പിണക്കവും അവൻ പോലും അറിയാതെ അവരെ നോക്കിയിരുന്നതും ആദ്യം പ്രപ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അവൻ്റെ മുഖഭാവവും അന്ന് കള്ളു കുടിച്ച് കിരണുമായി വഴക്കുണ്ടാക്കിയതും പിന്നീട് അവൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനാണെന്ന് അറിഞ്ഞപ്പോൾ താൻ അവനോട് പറഞ്ഞ കാര്യങ്ങളും അവസാനമായി അവൻ തൻ്റെ മുഖത്ത് നോക്കി ഇനി നീയായിട്ട് വന്നാൽ പോലും നന്ദയെ ഭദ്രന് വേണ്ട എന്ന വാക്കുകളും അവനില്ലാതെ എത്ര ദിവസവും ശ്വാസം മുട്ടും പോലെ കഴിഞ്ഞു പോയതും അങ്ങനെ അവനോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും അവൾ ഓർത്തുകൊണ്ടേയിരുന്നു. കണ്ണടച്ച് കിടക്കുകയാണെങ്കിലും അതെല്ലാം ഓർത്ത് കിടക്കുന്നവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകി അവളുടെ കാതിൽ ചെന്ന് പതിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അതൊന്നും അറിയാതെ കണ്ണുകളടച്ച് തന്നെ അവളിരുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആദ്യം ഒന്നും മിണ്ടാതെ കാർ ഓടിച്ചു കൊണ്ടേയിരുന്നു. നന്ദേ വീടെത്തി. കണ്ണുകളടച്ച് കിടന്നവൾ ഇത്രയും ദൂരം പിന്നിട്ട് വീട്ടിലെത്തിയതൊന്നും അറിഞ്ഞതേയില്ല. അവനെ നോക്കിയത് പുഞ്ചിരിച്ച് ഒന്നും മിണ്ടാതെ അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് നടന്നു. ഹാളിലായിരിക്കുന്ന അമ്മയെപ്പോലും നോക്കാതെ അവൾ വേഗം അവളുടെ മുറിയിലേക്ക് ഓടിക്കയറി വാതിലടച്ച് കട്ടിലേക്ക് അമഴ്ന്ന് കിടന്നു. അത്രയും നേരം അടക്കി നിർത്തിയതെല്ലാം ഒരു പൊട്ടിക്കരച്ചിലായി മാറി. ഉറക്കെ അവൾ പൊട്ടിക്കരഞ്ഞു. നഷ്ടപ്പെടുത്തിയത് ഒരു നിധി തന്നെയായിരുന്നു എന്നവൾക്ക് ഇപ്പോൾ നന്നായി അറിയാം. ആ നിധി തനിക്കിനി കിട്ടില്ലെന്നും അവൾക്കറിയാം. അവനോട് തനിക്കൊന്നുമില്ലെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞ് ഉറപ്പിച്ചിരുന്ന മനസ്സിപ്പോൾ താനോട് ഉറക്കെ പറയുന്നു. താൻ ഭദ്രനെ പ്രണയിക്കുന്നു, ഒരുപാട് പ്രണയിക്കുന്നു. തൻ്റെ ജീവനേക്കാളേറെ ഇന്ന് താൻ അവനെ സ്നേഹിക്കുന്നു. പക്ഷേ അവൻ്റെ മുന്നിൽ പോയി താൻ ഇനി എന്തു പറഞ്ഞാലും അവൻ ഇനി തന്നെ സ്വീകരിക്കില്ല. അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും ഞങ്ങൾ ഒരുമിക്കില്ല. വിധി ഇനി ചേർത്ത് വെക്കുന്നത് ഭദ്രനെയും ശ്രീകുട്ടിയെയും ആയിരിക്കും. ഇനി നന്ദ അവർക്കിടയിലേക്കൊരു ശല്യത്തിനും പോവില്ല. ഉറക്കെ പൊട്ടി കരയുമ്പോൾ നന്ദ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. കല്യാണ പെണ്ണായി നിൽക്കുന്ന ശ്രീകുട്ടിക്ക് അടുത്തായി കല്യാണ വേഷത്തിൽ നിൽക്കുന്ന ഭദ്രൻ, അവരെ തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന അമ്മയും അച്ഛനും ബന്ധുക്കളും, അങ്ങനെ ഒരുപാട് പേര് അവരെ തന്നെ നോക്കി നിൽക്കുന്നു. കല്യാണമേളവും തിരക്കും കുട്ടികളുടെ കളിച്ചിരികളും നിറഞ്ഞു നിൽക്കുന്നു. സമയമായി, താലി കെട്ടിക്കോളൂ. പൂജാരി പറയുമ്പോൾ ശ്രീകുട്ടിയെ നോക്കി ഭദ്രൻ പുഞ്ചിരിയുടെ അത് സ്വീകരിക്കാൻ എന്ന പോലെ തലതാഴ്ത്തി നിൽക്കുന്നവളുടെ കഴുത്തിലേക്ക് ഭദ്രൻ താലി ചാർത്താനായി കൈകൾ നീട്ടിയതും നോ ഉറക്കെ അലറിക്കൊണ്ട് കാട്ടിൽ നിന്ന് എഴുന്നേറ്റിരുന്നു നന്ദ. അവളാകെ വിയർത്തു പോയിരുന്നു. കണ്ടത് സ്വപ്നമാണെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാതെ ഒരു കിതപ്പോടെ ചുറ്റും നോക്കിയവൾ. അവളുടെ കഴുത്തിലും നെറ്റിയിലുമെല്ലാം വിയർപ്പിനാൽ ആകെ നനഞ്ഞു കുതിർന്നു. കണ്ണുകൾ നിറഞ്ഞു വരുന്നു. അവനെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ തനിക്ക് കഴിയില്ല. കാരണം നന്ദ അവനെ പ്രണയിക്കുന്നു. ജീവനേക്കാളേറെ അവനെ സ്നേഹിക്കുന്നു. അവനില്ലാതെ നന്ദയ്ക്കൊരു പൂർണ്ണതയില്ല. അവനില്ലെങ്കിൽ താൻ എത്ര ഉയരത്തിലെത്തിയാലും തനിക്ക് ഒരിക്കലും ഇനി സന്തോഷിക്കാൻ കഴിയില്ല. ഭദ്രൻ അവന് നഷ്ടമാകാനോ മറ്റൊരാൾക്ക് കൊടുക്കാനോ നന്ദയ്ക്ക് കഴിയില്ല. അവൾ കട്ടിൽ ചാരി കിടന്ന് ഓരോന്നും ഓർത്തുകൊണ്ടേയിരുന്നു.
അവിടുന്ന് വന്നത് മുതൽ മുറി അടച്ചിട്ടിരുന്നതാണ്. രാത്രിയായിട്ടും എന്തോ പുറത്തേക്ക് പോകാനോ ആരോടൊന്നും സംസാരിക്കാനോ കഴിഞ്ഞില്ല. മനസ്സിൽ അവൻ മാത്രം, തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മറ്റെങ്ങോ നോക്കി നിൽക്കുന്നവൻ. രാത്രി ഒരുപാട് വൈകിട്ടും താൻ ഭക്ഷണം കഴിക്കാൻ വരാതെ ഇരുന്നപ്പോൾ മാത്രമാണ് അമ്മ തനിക്കടുത്തേക്ക് വന്നത്. അമ്മയോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്, എങ്കിൽ അതൊക്കെ ചോദിക്കേണ്ടത് ഭദ്രനോട് ദേഷ്യപ്പെടും മുന്നേ ആയിരുന്നു എന്ന ചിന്തയിൽ ഒന്നും മിണ്ടാതെ എന്തോ കഴിച്ചെന്ന് വരുത്തി വീണ്ടും മുറിയിലേക്ക് പോയി ഡോർ അടച്ചു. ഒരുപാട് നേരം കഴിഞ്ഞാണ് ഒന്ന് ഉറങ്ങിക്കിട്ടിയത്. ഉറങ്ങും വരെ മനസ്സിൽ ആ മുഖം മാത്രമായിരുന്നു. താൻ അവനെ കണ്ടത് മുതലുള്ള ഓരോ കാര്യങ്ങൾ, അവൻ കൂടെ ഉണ്ടാവുമ്പോൾ താൻ എത്ര സന്തോഷവതിയായിരുന്നു. പക്ഷെ എല്ലാം നഷ്ടപ്പെടുത്തിയതും താൻ തന്നെയല്ലേ. അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോൾ വന്ന സ്വപ്നം അവന്റെ കല്യാണവും. ഇപ്പോഴും ശ്രീകുട്ടിക്കടുത്തായി കല്യാണ വേഷത്തിൽ നിൽക്കുന്നവന്റെ മുഖം തെളിമയുടെ മനസ്സിലേക്ക് വന്നു. അവന് കഴിയോ എന്നെ മറക്കാൻ, എനിക്ക് പകരം മറ്റൊരാളെ സ്വീകരിക്കാൻ? ഇന്ന് താനൊന്ന് അവനോട് സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൻ തന്നെ സ്വീകരിക്കുമായിരുന്നു. അവന് പകരം ശ്രീകുട്ടി എന്ത് ചോദിച്ചാലും താൻ കൊടുക്കാമായിരുന്നു അവനെ മാത്രം എനിക്ക് തിരിച്ചു തരാൻ പറയാമായിരുന്നു. പറഞ്ഞില്ല. വാശിയായിരുന്നോ, അതോ മുന്നിൽ ചെന്നാൽ സ്വീകരിക്കില്ലേ എന്ന ഭയമോ? എന്തായാലും അവനോടൊന്ന് ചോദിച്ചു നോക്കാമായിരുന്നില്ലേ തനിക്ക്? ഒരു അവസരം തരാൻ പറയാമായിരുന്നില്ലേ? ചെയ്തില്ല. എൻ്റെ തെറ്റ്, എല്ലാം എൻ്റെ തെറ്റ്. അവൾ തലയിൽ കൈവച്ച് കരഞ്ഞു പോയി. നാളെ കൂടി കഴിഞ്ഞ് അവൻ്റെ കല്യാണമാണ്. അവനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ തനിക്ക് ഒരിക്കലും കഴിയില്ല. ഭദ്രൻ അവൻ എൻ്റെയാ, എൻ്റെ മാത്രം. അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് അവളുടെ ലാപ്പെടുത്തു. അന്ന് അവളുടെ കഴുത്തിലേക്ക് താലി കെട്ടുന്ന ഭദ്രനെ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കണ്ടുകൊണ്ടേയിരുന്നു. ആ വീഡിയോയും കണ്ട് ഒരുപാട് നേരം അങ്ങനെ കിടന്നുകൊണ്ടാണ് അവൾ മെല്ലെ ഉറക്കത്തിലേക്ക് വീണത്. എപ്പോഴൊക്കെയോ തൻ്റെ സ്വപ്നത്തിൽ അവൻ വരുന്നതും തങ്ങൾ കൈകോർത്ത് നടക്കുന്നതുമെല്ലാം അവൾ കണ്ടിരുന്നു. രാവിലെ ആരോ വാതിൽ ശക്തമായി മുട്ടുന്ന ശബ്ദം കേട്ടാണ് നന്ദ ഡോർ തുറന്നത്. കണ്ണൊന്ന് ചിമ്മി തുറന്ന് അവൾ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം 9 കഴിഞ്ഞു എന്ന് കണ്ടതും ഒരു ഞെട്ടലോടെ എഴുന്നേറ്റിരുന്നു. അവൾ വേഗം എഴുന്നേറ്റ് ചെന്ന് ഡോർ തുറന്നതും തന്നെ ഗൗരവത്തോടെ നോക്കി നിൽക്കുന്ന അമ്മയെയും അമ്മയ്ക്ക് പിറകിലായി 2 സ്ത്രീകളും ഉണ്ടായിരുന്നു. ഒരാളുടെ കയ്യിൽ ഒരു കവറുമുണ്ട്. അവരൊക്കെ 10 മണിക്ക് വരുമെന്ന് അറിയില്ലേ നന്ദ, വേഗം റെഡിയാവാൻ നോക്ക്. അമ്മ പറയുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ നിന്നുപോയി അവൾ. അമ്മ, എനിക്ക് അവൾ പറയും മുന്നേ അമ്മ അവളെയും നോക്കി. നീ ഇപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ? എന്ത് കോലവാ ഇത്? വേഗം ചെല്ല്, തീരെ സമയമില്ല. ഞാൻ ഏട്ടനെയും കിരണിനെയും പത്മയെയും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ വരും. ഇവർ നിന്നെ ഒരുക്കാൻ വന്ന ബ്യൂട്ടീഷ്യൻസ് ആണ്. എല്ലാം ഒറ്റശ്വാസത്തിൽ പറഞ്ഞ് അമ്മ പുറത്തേക്ക് നടന്നു പോകുമ്പോൾ എല്ലാം തൻ്റെ കൈവിട്ടു പോവുകയാണോ എന്നൊരു ഭയത്തിൽ നിന്നുപോയി നന്ദ. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു പ്രതിമ കണക്കി നിൽക്കുന്നവളെ നോക്കി നിന്നു ബ്യൂട്ടീഷ്യൻസ്. മാഡം ഫ്രഷായി വന്നാൽ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. അത്രയും ബഹുമാനത്തോടെ അവർ പറയുമ്പോൾ ഒന്ന് തലയാട്ടി അവൾ ബാത്റൂമിലേക്ക് നടന്നു. ഇന്ന് എൻ്റെ എൻഗേജ്മെൻറ്റ്, നാളെ അവൻ്റെ കല്യാണം. ഇതിനിടയ്ക്ക് ഞാൻ എങ്ങനെ എല്ലാവരെയും അറിയിക്കും? എനിക്ക് അവരില്ലാതെ പറ്റില്ലെന്ന്. ഈശ്വര, എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാ. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അവൾ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അവൾക്കും അറിയില്ലായിരുന്നു. ഒരു വൈറ്റ് അനാർക്കലിയും അതിനുള്ള ഓർണമെൻറ്റ്സും ആയിരുന്നു അമ്മ അവൾക്കായി ഒരുക്കി വെച്ചിരുന്നത്. ആ ഡ്രസ്സും ഓർണമെൻറ്റ്സും എല്ലാം അവൾക്ക് നന്നായി ചേരുന്നുണ്ട്. എങ്കിലും അവളുടെ മുഖം വിഷാദമായി തന്നെ കണ്ടു. മാഡം, അറിയോ ഓക്കെ? അവളുടെ മുഖം കാണെ അവളെ മേക്കപ്പ് ചെയ്തിരുന്നവരിൽ ഒരാൾ ചോദിച്ചതും നിറയാൻ വെമ്പുന്ന കണ്ണുകളെ അടക്കി നിർത്തി ഗൗരവത്തോടെ അവൾ ഓക്കെയാണെന്ന് തലയാട്ടി. അവർ ഒരു പുഞ്ചിരിയോടെ അവളുടെ മുഖം കൂടുതൽ ഭംഗിയാക്കിക്കൊണ്ടേയിരുന്നു. 1 മണിക്കൂറിന് ശേഷം എല്ലാം കഴിഞ്ഞില്ലേ എന്നും ചോദിച്ച അമ്മ വന്നു. കഴിഞ്ഞു മാഡം എന്നും പറഞ്ഞവർ മാറിക്കൊടുത്തതും വളരെ സുന്ദരിയായി നിൽക്കുന്ന നന്ദയെ കണ്ട് അവരുടെ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു. നന്ദ അമ്മയെന്ന് നോക്കി. ഉള്ളം വിങ്ങി പൊട്ടുമ്പോഴും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. അമ്മേ, നന്ദ വിളിച്ചു. മോളെ, നിനക്ക് എന്താണോ ചേരുന്നതെന്ന് നിനക്ക് മാത്രമേ അറിയൂ. അതിന് മറ്റൊരാളെ ചേർത്ത് വെക്കാൻ ശ്രമിച്ചത് അമ്മയുടെ തെറ്റാണ്. നിനക്ക് ആദ്യമാണ് ചേരുന്നത്. അവനൊപ്പം നന്നായി ജീവിക്കാൻ എൻ്റെ മോളെ ദൈവം അനുഗ്രഹിക്കും. അവർ പറഞ്ഞതും അവരെ കെട്ടിപ്പിടിച്ചു പോയി അവൾ. അമ്മേ, എനിക്ക് എങ്ങനെയോ തന്നെ മനസ്സ് അമ്മയോടെങ്കിലും പറയണമെന്ന് തോന്നി അവൾക്ക്. അപ്പോഴേക്കും ഉറക്കെ ആരോ അവരുടെ പേര് വിളിച്ചതും ദാ വരുന്നു എന്നും പറഞ്ഞ് നന്ദയൊന്ന് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ അമർത്തി മുത്തി അവർ തിരിഞ്ഞു നടന്നു. അവസാന പ്രതീക്ഷയും നഷ്ടമായതുപോലെ അവൾ അവിടെ തറഞ്ഞു നിന്നുപോയി. മേക്കപ്പ് ആർട്ടിസ്റ്റ് എല്ലാം കഴിഞ്ഞ് താഴേക്ക് പോയതും അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ചുവന്ന ലിപ്സ്റ്റിക് എടുത്ത് അവളുടെ സിന്ദൂരിലേക്ക് ചുവപ്പിക്കുമ്പോൾ തൻ്റെ മനസ്സിനും ശരീരത്തിനും ഒരേ ഒരു അവകാശം മാത്രമേ ഉള്ളെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. ദേ അവരൊക്കെ എത്തി. ആരോ വിളിച്ചു പറയുന്നത് കേട്ടതും കണ്ണുകളൊന്നും മുറുക്കിയടച്ചു നന്ദ. ഇനി വരാൻ പോകുന്നത് മുഴുവൻ ഒറ്റയ്ക്ക് നേരിടാൻ എന്ന പോലെ ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു അവൾ. മാഡം, അവർ താഴേക്ക് വിളിക്കുന്നു. ഒരു ജോലിക്കാരി വന്ന് പറയുമ്പോൾ അവരെയും തിരിഞ്ഞു നോക്കി ഗൗരവത്തോടെ തലയാട്ടി അവൾ. എന്നാൽ അവളെ നോക്കിയവരുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. നെറ്റിയിൽ സിന്ദൂരം ചാർത്തി നിൽക്കുന്ന നന്ദയെ കണ്ടതും അവരാകെ പകച്ചു പോയിരുന്നു. ഞാൻ വരാം, പോയിക്കോ.
കട്ടിലായി വെച്ചിരുന്ന ഷോൾ എടുത്ത് കഴുത്തിലൂടെ ചുറ്റി അവൾ പറയുമ്പോൾ അവർ താഴെയായിരിക്കുന്ന 10-20 ആൾക്കാരെയും നന്ദ അവർക്ക് മുന്നിലേക്ക് ഇങ്ങനെ ചെന്നാലുള്ള അവസ്ഥയും ഒന്ന് ആലോചിച്ചു പോയി. അവർ തിരിഞ്ഞു നടന്നും അവൾ ഒന്നുകൂടെ കണ്ണാടിയിലേക്ക് നോക്കി. ചുവന്ന് കിടക്കുന്ന തൻ്റെ സിന്ദൂരരേഖ കാണുമ്പോഴേ മനസ്സിലെ ഉണ്ടവർക്ക് മനസ്സിലായിക്കോളും എന്നൊരു ചിന്തയിൽ അവൾ ഓരോ സ്റ്റെപ്പുകൾ ഇറങ്ങി വന്നും അവൾ താഴേക്ക് വരുന്നത് നോക്കിയിരുന്ന എല്ലാവരും നോക്കി കുഞ്ഞൊരു പുഞ്ചിരിയുടെ നന്ദയും താഴേക്ക് ഇറങ്ങി. എന്നാൽ അവളെ തന്നെ നോക്കിയിരുന്നവരുടെ മുഖത്തെ പുഞ്ചിരി നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയായി. അവർ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നന്ദ ആരെയും നോക്കാതെ ആദിക്ക് മുന്നിൽ വന്നു. ആദി, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. മറ്റാരേക്കാളും കൂടുതൽ നിനക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയാൻ തന്നെ നോക്കി നിൽക്കുന്നവരെ ഒന്ന് ചുറ്റും നോക്കി നന്ദ. പക്ഷേ ഇന്നും കൂടി കഴിഞ്ഞാൽ ഭദ്രനെ തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും എന്നൊരു ചിന്ത വന്നും അവൾ ആദ്യ ദയനീയമായി ഒന്ന് നോക്കി. ആദി, എനിക്ക് നിനക്ക് പറ കേൾക്കട്ടെ. മിസ് നന്ദന മഹാദേവന് അവളുടെ ഭർത്താവായ മിസ്റ്റർ ഭദ്രനോട് പ്രണയമാണെന്ന് ആദ്യം ഒരു കള്ളച്ചിരിയുടെ പറതും അവനെ നോക്കി എന്ത് പറയണമെന്നറിയാൻ നിന്നു അവൾ. അവനെ കണ്ണിറങ്ങിയതാവൂലേ, ഞാൻ കൊണ്ടുപോയി വിടണോ? അവൻ ചോദിച്ചതിന് പെട്ടെന്ന് അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു നന്ദ. താങ്ക്സ് ആദി, നിന്നോട് എങ്ങനെ പറയുമെന്നായിരുന്നു എൻ്റെ ടെൻഷൻ. അവൾ അത്രയും സ്നേഹത്തോടെ അവനെ നോക്കി പറഞ്ഞു. നീ പറയാതെ തന്നെ എനിക്കറിയാടോ നിന്നെ. ഞാൻ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ നീ ആക്സെപ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പോഴും നിന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം അതൊരു ഫ്രണ്ടിൻ്റെയാണ്. നിനക്ക് എന്നേക്കാൾ ചേരുന്നത് ഭദ്രനാണ്. അവൻ്റെയും നിൻ്റെയും സ്റ്റോറി കരകരങ്ങൾ പറഞ്ഞപ്പോൾ മുതൽ അവനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയിരുന്നു. ഇന്നലെ അവൻ്റെ മുന്നിൽ കൊണ്ടുപോയി ഇട്ടതുപോലും ഒന്നാവാണെങ്കിൽ ഒന്നാവട്ടെ എന്ന കാര്യം തന്നെയാ. അത്രയ്ക്ക് നല്ലവനാണവൻ. ആദ്യം പറയുമ്പോൾ ഒരു പുഞ്ചിരിയുടെ അവൾ നിന്നു. അതെങ്ങനെ ശരിയാവും? കൂട്ടത്തിൽ ആരോ ദേഷ്യത്തോട് ചോദിച്ചു. അതേ ശരിയാവൂ. കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കേണ്ടത് ഞങ്ങളാണ്. അപ്പോൾ തീരുമാനം ഞങ്ങൾ എടുത്തോളാം. ഇവൾക്ക് ആരുടെ ഒപ്പം ജീവിക്കണോ അതേ നടക്കൂ. അത് മാത്രമേ നടക്കൂ. ആദ്യം അത്രയും ഗൗരവത്തിൽ പറയുമ്പോൾ പിന്നെ അവിടെ ഒന്നും സംസാരിക്കുന്നില്ലാതെ പലരുടെയും മുഖഭാവം മാറുന്നത് അറിയുന്നുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ ഇരുന്നു അവർ. അമ്മേ, അവൾ വിളിച്ചതും പോയി എൻ്റെ മരുമകനെയും കൂട്ടി വാ മോളെ. അമ്മ മനസ്സ് നിറയെ സന്തോഷത്തോടെ പറഞ്ഞതും അവരെന്ന് കെട്ടിപ്പിടിച്ചവൾ. അതെല്ലാം നോക്കി ദേഷ്യത്തോടെ ആണെങ്കിലും കിരണം നിൽക്കുന്നുണ്ട്. എങ്കിലും ഇവിടെ താൻ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയുന്നത് കൊണ്ട് അവരും മിണ്ടാതെ നിന്നു. വേഗം ചെല്ല്, അല്ലെങ്കിൽ നിന്റെ ചെറുക്കൻ ആ മുറപ്പെണ്ണ് കൊണ്ടുപോകും. അവളുടെ തോളിലും തൊട്ടി അവൻ പറഞ്ഞതും ഒരു പുഞ്ചിരിയുടെ പുറത്തേക്കോടി അവളുടെ കാറിലേക്ക് കയറി. അവൾ ആ കാർ ഗേറ്റ് കടന്നു പോകുമ്പോൾ അതും നോക്കി പുഞ്ചിരിയോടെ അമ്മയും ആദ്യം നിന്നു. ഈശ്വര കാത്തോണേ. അമ്മ മനസ്സുരുക്കി അവൾ പോകും നോക്കി പറഞ്ഞു. ദൂരം കഴിയുന്തോറും ഹൃദയം വല്ലാതെ മിടിക്കുന്നു. അവിടെ അവന് മുന്നിൽ പോയി നിൽക്കുന്നത് ഓർക്കും തോറും പേടി കൂടിക്കൂടി വരും പോലെ. അവൻ തന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും താൻ? ഒരു ആവേശത്തിൽ ഇറങ്ങി പുറപ്പെട്ടുവെങ്കിലും അവൻ്റെ മുന്നിൽ പോയി എങ്ങനെ നിൽക്കും എന്നോ എന്ത് പറയുമെന്നോ അറിയാതെ മുന്നോട്ട് നോക്കി വണ്ടി ഓടിച്ചു കൊണ്ടേയിരുന്നു നന്ദ. അവൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും കാതിൽ മുഴങ്ങിയതും നിറഞ്ഞ കണ്ണുകൾ ഒന്ന് അമർത്തി അടച്ചു അവൾ തുറന്നതും പെട്ടെന്നൊരു ലോറി വന്ന് അവളുടെ കാറിൽ വന്ന് ഇടിച്ചതും ഒരുമിച്ചായിരുന്നു. കാറിൽ ശക്തമായി എന്തോ വന്ന് ഇടിച്ചതും അവളുടെ തല സൈഡ് ഗ്ലാസ്സിൽ ചെന്ന് ഇടിച്ചതും ഗ്ലാസ്സിലെ ചില്ല് പൊട്ടി അവളുടെ നെറ്റിയിലേക്ക് ഗ്ലാസ് തുളഞ്ഞു കയറി. അവിടെ നിന്ന് ആകെ രക്തം ഒഴുകി തുടങ്ങി. കാറൊന്ന് കറങ്ങി 2 തവണ മറിഞ്ഞുരുണ്ടു പോയതും അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടി ആ കാറിനടുത്തേക്ക് വന്നു. അപ്പോഴും അവളുടെ കണ്ണിലും മനസ്സിലും തന്നെ നോക്കി കള്ളച്ചിരിയോടെ നിൽക്കുന്നവൻ്റെ മുഖം മാത്രം നിറഞ്ഞു നിന്നു. അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ കൊതിക്കുന്ന മനസ്സും ശരീരവും തളർന്ന മെല്ലെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ അടുത്ത ജന്മത്തിൽ അവനെ തനിക്ക് പാതിയാക്കി തരണേ എന്ന് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. ആരൊക്കെയോ ഓടി വരുന്ന അറിയുന്നുണ്ട്. എങ്കിലും അപ്പോഴേക്കും അവളുടെ ബോധം മറഞ്ഞു പോയിരുന്നു. മെല്ലെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ അവളുടെ കണ്ണിൽ തളം കെട്ടി നിൽക്കുന്ന തൻ്റെ രക്തം മാത്രമായിരുന്നു. ഓരോരുത്തർക്കും ദക്ഷിണ നൽകി അവരുടെ കാല് തൊട്ടു തൊഴുകയാണ് ശ്രീകുട്ടി. മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയോടെ എല്ലാവരും അവളെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാം നോക്കി നിന്ന് ഭദ്രനും അടുത്തായി നിൽക്കുന്നുണ്ട്. അവിടെ തന്നെ ഉള്ളൊരു അമ്പലത്തിൽ വെച്ചായിരുന്നു താലികെട്ട്. അതുകൊണ്ട് അനുഗ്രഹം വാങ്ങിക്കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഒരു കാറിൽ ഭദ്രനും ശ്രീകുട്ടിയും അമ്മയും സോഫിയും സനൂപും കയറി. അവർ അമ്പലത്തിലെത്തും വരെ കാറിൽ ഒരു മൗനമായിരുന്നു. വെള്ളമുണ്ടും ഒരു ഓഫ് വൈറ്റ് കുർത്തയുമാണ് ഭദ്രന്റെ വേഷം. കയ്യിൽ നന്ദ അന്ന് കൊടുത്ത വാച്ചാണ് കെട്ടിയിരിക്കുന്നത്. അത് കാണുന്തോറും അവളുടെ മുഖം മനസ്സിലേക്ക് വരുന്നുണ്ട്. എങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ ഗൗരവത്തിൽ നിന്നു അവൻ. മനസ്സ് നീറിപ്പോകുമ്പോഴും മുഖത്ത് ഗൗരവത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും ഒരു മുഖംമൂടി ഉള്ളത് നല്ലതാണ്. ശ്രീകുട്ടി ആകാശനീല പട്ടുസാരിയും 20 പവനോളം തോന്നിക്കുന്ന ആഭരണങ്ങൾ വിട്ട് ഒരു കല്യാണ പെണ്ണായി പുതിയ ജീവിതം തുടങ്ങാനുള്ള എല്ലാ സന്തോഷവും നിൽക്കുന്നുണ്ട്. മുഖത്തെ പുഞ്ചിരിയിൽ തന്നെ അവളുടെ മനസ്സിലെ സന്തോഷം വിളിച്ചോതും പോലെ. അമ്പലത്തിൽ കയറി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇനിയുള്ള ജീവിതം സന്തോഷം മാത്രമുള്ളതാവണമെന്ന് മനമുരുകി പ്രാർത്ഥിച്ചു അവൾ. അവളുടെ പിന്നിൽ നിന്ന് അകത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിലും അത് മാത്രമായിരുന്നു.
ഒരു 20 മിനിറ്റ് കൂടിയുണ്ട് മുഹൂർത്തത്തിന് എന്ന് പൂജാരി പറഞ്ഞു. ആൾക്കൂട്ടത്തിൽ നിന്നും ഒന്ന് മാറി പുറത്തേക്ക് പോയി ഒരു ആൽമരച്ചുവട്ടിലായി നിന്നു ഭദ്രൻ. മനസ്സിൽ അവൻ നന്ദയെ കണ്ടതു മുതൽ ഇന്നിവിടെ നിൽക്കുന്നതുവരെ ഒരു മിന്നായം പോലെ പോയി മറന്നും ഒരു ദീർഘശ്വാസം എടുത്ത് മുഖമൊന്ന് കൈകൊണ്ട് തുടച്ച് അമ്പലത്തിലേക്ക് കയറാൻ നിന്നും ഒരു ഹോൺ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ഭദ്രൻ. കാറ് കണ്ടതും ആദിയുടെ കാറാണെന്ന് മനസ്സിലായി അവന്. കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞെങ്കിലും അത് വെറുതെ പറഞ്ഞതാണെന്ന് ചിന്തിച്ചിരുന്നു അവൻ. കാറിൽ നിന്നും ആദ്യം ഇറങ്ങുന്നത് കണ്ടതും ഒരു പുഞ്ചിരിയുടെ അവനെ നോക്കി ഭദ്രൻ. വരുമെന്ന് കരുതിയില്ല, എന്തായാലും വന്നല്ലോ, സന്തോഷം, സാറ് വാ. ആദിയുടെ കയ്യിലേക്ക് കൈ ചേർത്ത് ഭദ്രൻ പറഞ്ഞതും ഒരു വരുത്തി തീർത്ത പുഞ്ചിരിയുടെ ആദി ഭദ്രനെ നോക്കി. ആദിയുടെ മുഖത്തെ വല്ലായ്മ മനസ്സിലായെങ്കിലും അതെന്താണെന്ന് ചോദിക്കാനുള്ള അടുപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഭദ്രൻ അവനെ നോക്കി പുഞ്ചിരിച്ചതേയുള്ളൂ. ഭദ്രൻ ഒരു കാര്യം പറയാൻ ആദി പറയുമ്പോൾ അവൻ്റെ ഉള്ളം എന്തിനോ വിങ്ങിപ്പോയിരുന്നു. അവൻ്റെ മുഖഭാവങ്ങൾ ശ്രദ്ധിച്ച് അവൻ എന്താണ് പറയാൻ പോകുന്നതെന്നറിയാതെ പകപ്പോടെ അവനെ നോക്കി ഭദ്രനും. ഭദ്ര, വാടാ, മുഹൂർത്താവാനായി. അകത്തുനിന്ന് അച്ഛൻ വിളിച്ചതും സാറ് വാ, അവർ വിളിക്കുന്നു, നമുക്ക് പിന്നെ സംസാരിക്കാം. അച്ഛനെയും നോക്കി ആദിയോട് ഭദ്രൻ പറയുമ്പോൾ അവൻ പിടിച്ച കയ്യിൽ ഒന്ന് മുറുകെ പിടിച്ചു ആദി. എനിക്കിപ്പോൾ സംസാരിക്കണം ഭദ്ര, പിന്നെ പറയാൻ പറ്റില്ല. ദയനീയതയോ അതോ സങ്കടമോ എന്താണ് ആ മുഖത്തെന്ന് മനസ്സിലാവാതെ നിന്നു ഭദ്രൻ. നന്ദയ്ക്കൊരു ആക്സിഡന്റ്. ആദി പറഞ്ഞത് കേട്ടതും നെഞ്ചു തകർന്ന പോലെ തോന്നി ഭദ്രന്. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ഒരു ഞെട്ടലോടെ 2 അടി പിറകോട്ട് നിന്നു ഭദ്രൻ. കണ്ണുകളിൽ ഇരുട്ട് മൂടും പോലെ, തലയിൽ ആരും ശക്തമായി അടിച്ചതുപോലെ ഒരു മരവിപ്പ് തോന്നി അവന്. ഭദ്ര, ആദ്യം അവനെ കുലുക്കി വിളിച്ചിട്ടും ഒരു പ്രതികരണമില്ലാതെ നിന്നുപോയി ഭദ്രൻ. അവനെ തിരഞ്ഞു വന്ന അച്ഛനും സച്ചിയും അമ്മയും എല്ലാം തകർന്നു നിൽക്കുന്ന ഭദ്രനെ കണ്ട് ഒരു ഞെട്ടലോടെ ആദിയെ നോക്കിയതും നിറക്കണ്ണുകളുടെ അവരെ നോക്കി ആദി. നന്ദ, അവൾക്ക് ഇടർച്ചയോടെ ബാക്കി കേൾക്കാൻ ത്രാണിയില്ലാതെ ഭദ്രൻ ആദിയെ നോക്കിയതും ആദി അവന്റെ കാറിന്റെ ഭാഗത്തേക്ക് നോക്കി. കാറിൽ നിന്ന് നന്ദയുടെ അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവരുടെ മുഖവും കരഞ്ഞു വീർത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവസാന പ്രതീക്ഷയും നഷ്ടമായതിനെ പോലെ നിറഞ്ഞ കണ്ണുകളും തുടയ്ക്കാൻ പോലും മറന്ന് അവരൊരു തളർച്ചയോടെ നോക്കി നിന്നു ഭദ്രനെ നോക്കി ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ശ്രീകുട്ടിയും ഉണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ ഭദ്രനിലാണ്, അവന്റെ നിറഞ്ഞു തുളുമ്പുന്ന ആ മിഴികളിലാണ്. സാരി തലപ്പുകൊണ്ട് കണ്ണുകൾ തുടച്ച് ഭദ്രനെ നോക്കി നന്ദയുടെ അമ്മ. അവനൊന്ന് അനങ്ങാൻ പോലും കഴിയാതെ അവിടെ തന്നെ നിന്നുപോയി. അമ്മ കാറിന്റെ അകത്തേക്ക് നോക്കിയതും അതിൽ നിന്നും ഒരു കാൽ നിലത്ത് ചവിട്ടുന്ന കണ്ടതും പെയ്യാൻ വിതുമ്പി നിൽക്കുന്ന കണ്ണുനീരിനെ ഒന്ന് അമർത്തി തുടച്ച് ഭദ്രൻ അങ്ങോട്ട് നോക്കി. കാരണം ആ കാലിന്റെ ഉടമ ആരാണെന്ന് അവന് നിമിഷ നേരം കൊണ്ട് തന്നെ മനസ്സിലായിരുന്നു. കാറിൽ നിന്നും ഇറങ്ങുന്നവളെ കണ്ട് ഒരു ഞെട്ടലോടെ പരസ്പരം നോക്കി ബാക്കിയുള്ളവർ. തലയിൽ അത്യാവശ്യം നല്ലൊരു കെട്ടുണ്ട്, കയ്യിൽ അവിടെ ഇവിടെയും മുറിവിൽ മരുന്ന് കെട്ടി വെച്ചിരിക്കുന്നു. അവളുടെ കണ്ണുകൾ ചുറ്റും നോക്കി, പിന്നെ തേടിയതെന്തോ കണ്ടു കിട്ടിയത് പോലെ ഒരു പുഞ്ചിരിയോടെ ഭദ്രനടുത്തേക്ക് ഓടി അവൾ ആ നെഞ്ചിൽ തലവെച്ച് അവനെ കെട്ടിപ്പിടിച്ചു നിന്നു. പെട്ടെന്ന് അവളുടെ പ്രവൃത്തിയിൽ ഭദ്രനടക്കം അവിടെയുള്ള എല്ലാവരുടെയും കണ്ണുകൾ മിഴിഞ്ഞുപോയി. എന്നാൽ അവനെ ഇറുക്കെ പിടിച്ച് അവനോട് ചേർന്ന് കിടക്കുന്നവളിൽ മാത്രം യാതൊരു മാറ്റവും ഉണ്ടായില്ല. അവൾ തലയുയർത്തി അവനെ നോക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ അവൾ മാത്രമായിരുന്നു. കുട്ടേട്ടാ, നിറഞ്ഞൊരു പുഞ്ചിരിയുടെ അവനെ നോക്കി അവൾ അവനെ മെല്ലെ വിളിച്ചതും അവനൊരു ഞെട്ടലോടെ അവളെ നോക്കി. പണ്ടത്തെ നന്ദയുടെ കുസൃതി നിറഞ്ഞ മുഖമാണ് ഇപ്പോൾ അവൾക്കെന്ന് തോന്നിപ്പോയി ഭദ്രന്. ഭദ്രന്റെ കണ്ണുകൾ ആദിയിലും അവളുടെ അമ്മയിലേക്കും നീണ്ടു. ഒരു നിസ്സഹായ ഭാവത്തോടെ അവനെ നോക്കി നിൽക്കുകയാണ് അവർ എന്ന് മനസ്സിലായതും അവന്റെ ഹൃദയമിടിപ്പ് കൂടുന്ന അവൻ അറിഞ്ഞു. നിന്നെ കാണാൻ ഇറങ്ങിയതാ ഭദ്ര, പക്ഷേ ഇവിടെ എത്തും മുന്നേ ഏതോ ലോറിയുമായി കൂട്ടിമുട്ടി. ഇന്നലെ മുതൽ ബോധമില്ലാത്ത ഇവൾക്ക് മുന്നിൽ ഇവളുടെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചു നിൽക്കുകയായിരുന്നു ഞങ്ങൾ. ഇന്ന് രാവിലെ ബോധം വന്നപ്പോൾ അവൾ ആദ്യം ചോദിച്ചത് അവളുടെ കുട്ടേട്ടൻ എവിടെയെന്നാണ്. അവൾക്ക് വീണ്ടും നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ബാക്കി പറയാനാവാതെ ആദ്യം നിൽക്കുമ്പോൾ കേട്ടത് സത്യമാവരുത് എന്ന പ്രാർത്ഥനയോടെ നന്ദയെ നോക്കി ഭദ്രൻ. എന്നാൽ അവൾ അവന്റെ ജുബയുടെ ബട്ടൺസിൽ വിരല് കൊണ്ട് ചുറ്റി എന്തൊക്കെയോ ചെയ്യുക എന്ന് മനസ്സിലായതും അവൻ അവളെ ഒന്ന് ചേർത്ത് പിടിക്കുക പോലും ചെയ്യാതെ ഒരു പ്രതിഭ കണക്കെ നിന്ന് പോയി. അതെ, തൻ്റെ നന്ദ വീണ്ടും ഒരു ഭ്രാന്തിയായിരിക്കുന്നു. തന്നെ മാത്രം ലോകമായി കാണുന്ന കുട്ടികളോടൊപ്പം കളിച്ചും കുസൃതി കാട്ടി നടക്കുന്ന ആ പഴയ നന്ദ. അവരൊന്നും പറയാൻ കഴിയാതെ നിൽക്കുകയാണ്. പ്രതീക്ഷയോടെ നന്ദയുടെ അമ്മ അവനെ നോക്കി. ഭ്രാന്തി ആയപ്പോൾ വീണ്ടും കൊണ്ടുവന്ന് തരുവാണെന്ന് കരുതരുത് മോനെ. അവൾ നിന്നെ ഒരുപാട് സ്നേഹിച്ചു. നിനക്ക് വേണ്ടി ഇന്നലെ ഇറങ്ങിയതാ. പക്ഷേ വിധി. പറഞ്ഞു തീരെ മുന്നേ കരഞ്ഞു പോയിരുന്നു നന്ദയുടെ അമ്മ. അവന്റെ കണ്ണുകൾ അവന്റെ അമ്മയും അച്ഛനെയും തേടിപ്പോയതും അവർ ഭദ്രനെയും അവന്റെ നെഞ്ചിൽ ഒട്ടിച്ചേർന്ന് കിടക്കുന്നവളിലും മാത്രമാണെന്ന് കണ്ടതും അവന്റെ ദീർഘശ്വാസം എടുത്ത് അവളെ അവനിൽ നിന്ന് അടർത്തി മാറ്റി അമ്മയെ നോക്കി. മുഹൂർത്തത്തിന് സമയമായി, വരിക.
അകത്തുനിന്ന് പൂജാരി വിളിച്ചു പറഞ്ഞതും ശ്രീകുട്ടി ഭദ്രനെ നോക്കി. അവന്റെ കണ്ണുകളും അവളിലാണ്. അവൻ അവളെ നോക്കി മനോഹരമായെന്ന് പുഞ്ചിരിച്ചു. അകത്തേക്ക് നടക്കാൻ കാണിച്ചതും ഒന്ന് തലയാട്ടി അകത്തേക്ക് നടന്നു ശ്രീകുട്ടി. നടക്കമ്മേ, മുഹൂർത്തം തെറ്റും. ഭദ്രൻ അവന്റെ അമ്മയെ ഒന്ന് തള്ളിക്കൊണ്ട് പറഞ്ഞു. അവസാന പ്രതീക്ഷ നഷ്ടപ്പെട്ടതുപോലെ തകർന്ന ആദിയുടെ നെഞ്ചിലേക്ക് വീണ് നന്ദയുടെ അമ്മ. ആദിയുടെ കണ്ണുകളും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാത്ത ഭദ്രനിലാണ്. എല്ലാവരും അകത്തേക്ക് നടന്നു. പിന്നാലെയായി ഭദ്രനും നടന്നു. പിന്നെയും തിരിഞ്ഞ് ആദിയെയും നന്ദയുടെ അമ്മയും ഒന്ന് നോക്കി. നിങ്ങൾ വരുന്നില്ലേ? പെട്ടെന്ന് ഭദ്രൻ ചോദിച്ചതും അമ്മ ഇല്ലെന്ന് തലയാട്ടി. ഭദ്രൻ ആദിയെ നോക്കിയതും, ഭദ്ര പ്ലീസ്, നീ ഇല്ലെങ്കിൽ നന്ദയ്ക്ക് അസുഖം ഒരുപക്ഷെ കൂടും. അവളെ ഒരു മുഴുഭ്രാന്തിയായി കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല. നീ കൂടെ ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിൽ പോയിട്ടാണേലും ഞാൻ അവളുടെ അസുഖം മാറ്റും. ആദി പറയുന്നത് കേട്ട് ഭദ്രൻ നന്ദയെ നോക്കി. നഖം കടിച്ച് മേലേക്ക് നോക്കി നിൽക്കുകയാണ് അവൾ. വേണേൽ ആ കുട്ടിയെ ഞാൻ വിവാഹം ചെയ്യാം. ആദി പെട്ടെന്ന് പറഞ്ഞതും ഭദ്രൻ അവരെ ഞെട്ടലോടെ നോക്കി. പിന്നെ ആദിയുടെ അടുത്തേക്ക് ചെന്ന് അവന്റെ കയ്യിൽ ആയി പിടിച്ചു. വാ. ഒരു കയ്യിൽ ആദിയെയും മറുകൈയിൽ നന്ദയും പിടിച്ച് മുന്നോട്ട് നടന്നു ഭദ്രൻ. പിന്നാലെ നന്ദയുടെ അമ്മയും. എല്ലാവരും ഭദ്രൻ വരുന്നതും കാത്തു നിൽക്കുന്നത് കണ്ടതും ആദി ശ്രീകുട്ടിയെ നോക്കി. അവളുടെ കണ്ണുകൾ ഭദ്രനിലും ഭദ്രൻ മുറുകെ പിടിച്ച നന്ദയുടെ കയ്യിലേക്കുമാണ്. താൻ ശ്രീകുട്ടിയെ വിവാഹം ചെയ്തതിൽ എനിക്കൊരു എതിർപ്പുമില്ല ആദി. പക്ഷേ ദേ, ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെ താൻ വിവാഹം കഴിക്കാൻ പോകുന്നതിൽ ഇവന് സമ്മതമാണോന്ന് കൂടി ഒന്ന് ചോദിക്കണം. ആദ്യം നോക്കി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു അവൻ. സച്ചിയെ നോക്കിയതും ഒരു പുഞ്ചിരിയോടെ സച്ചി ശ്രീകുട്ടിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നതും ശ്രീകുട്ടി സച്ചിയെ നോക്കി. രണ്ടുപേരും പരസ്പരം നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു.